നിങ്ങൾ വിചാരിക്കണ്ടേ ഈ പാതിരാത്രി വടിയും കുത്തിപ്പിടിച്ച് ഞാനിത് എങ്ങോട്ടാന്ന്. ഇന്ന് നമ്മുടെ അമ്മയുടെയും ജോഷൂട്ടിൻ്റെയും ബർത്ത്ഡേ ആണ്. രണ്ട് സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നിങ്ങളൊന്ന് വിഷ് ചെയ്യണേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു മന്തി എന്തായാലും മേടിച്ചേക്കാന്ന്. വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ അതിന് വേണ്ടിയുള്ള പോക്കിലാണ്. അപ്പം നമ്മുടെ റോഡ് പിന്നെ അടിപൊളിയായതുകൊണ്ട് എൻ്റെ 3 വീലുള്ള വണ്ടിയിൽ ഞാൻ ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് കുതിരപ്പുറത്ത് പോകണ സുഖമാണ്. അങ്ങനെ നമ്മൾ പോയി ഒരു കടയിൽ കയറി മന്തി ചോദിച്ചു. നമുക്ക് പിന്നെ ഭാഗ്യമുള്ളതുകൊണ്ട് അവിടെ നിന്ന് മന്തി കിട്ടിയില്ല കേട്ടോ. പിന്നെ ആ വാശിക്ക് അടുത്ത കടയിലേക്ക് പോയി. അവിടെ നമ്മളെത്തി. അവിടെയും ചോദിച്ചു, അവിടെയും ഇല്ല. അടിപൊളി. അടുത്ത കടയിൽ പോയി. അടുത്ത കടയിൽ പോയിട്ട് അവിടെ നമ്മുടെ ചെമ്പരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മന്തി ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഞങ്ങളവിടെ ബിരിയാണി തരാം. പിന്നെ ആയിക്കോട്ടെ ബിരിയാണി മേടിച്ച് നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ്. ഇപ്പം നമ്മുടെ വർഷയുടെ അമ്മേനെയും ജോഷൂട്ടിനെയും വിഷ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നത് കവർ ഓപ്പൺ ചെയ്ത് പാത്രത്തിലേക്ക് ബിരിയാണി പകർത്തുന്ന രംഗം കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മളങ്ങനെ പകർത്തിയിടുന്നത്. അപ്പോൾ നമ്മൾ മന്തി കിട്ടാത്തതുകൊണ്ട് ബിരിയാണി ആക്കി കേട്ടോ സംഭവം. ഇത് ബിരിയാണിയൊക്കെ പകർത്തി ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയായ എത്ര പീസ് ഉണ്ടെന്നുള്ളല്ലോ, എന്നാലല്ലേ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ 1 2 3 2 പീസും ഒരു കാലും പീസും കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. ഇനി അടുത്ത പരിപാടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. എന്നിട്ടല്ലേ നമുക്ക് അടിപൊളിയായിട്ട് കഴിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാലയും കൂട്ടി കുഴക്കുന്നുണ്ട്. ഇതാണ് സംഭവം. നല്ല ചെറിയ അരിയുടെ കൈമാ റൈസിൻ്റെ ബിരിയാണിയാണ്. നമ്മളിത് കുഴച്ചിട്ട് നമുക്ക് തൃപ്തി വേണ്ടില്ല. ഇതൊരു അവസാനം നമ്മൾ കുഴച്ച് ഒരു പിടിയെടുത്ത് വായിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാം അഭിപ്രായം. കണ്ണൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. സംഭവം കൊള്ളാം. ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ത്രിമുദ്ര കാണിച്ചപ്പോൾ തന്നെ സംഭവം കേട്ടു കേട്ടോ. എനിക്ക് ചിക്കൻ കാല് കിട്ടണമെന്ന് കാണിക്കാം. ചിക്കൻ കാലും ഒരു കടി കടിച്ച് നമ്മളിത് കഴിക്കാനുള്ള ഫുൾ ഫ്ലോയിലേക്ക് വന്നിട്ടോ. ഇനി കഴിച്ചിട്ട് ബാക്കി കഥ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമ്മുടെ വക ഒരു ടാറ്റ ബൈ ബൈ. ഓക്കെ.